ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ നന്ദിനിയും ജയറാമും തമ്മിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം നന്ദിനിയുടെ കൈകൾ രണ്ട് കൈകളും ചേർത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ദേവി എൻ്റെ അരികിൽ തന്നെ ഇരിക്കൂ കുറച്ചു നേരം എന്ന് പറഞ്ഞ് രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് പ്രേമാതുരമായി ദേവിയെ നോക്കുന്നതാണ് ജയറാം. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടാൻ എൻ്റെ ദേവിയുടെ ഒരു നോട്ടം മാത്രം മതി ദേവി. ദേവിയുടെ പ്രാർത്ഥനകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ തട്ടുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ദേവി, എനിക്ക് എൻ്റെ ദേവി മാത്രം മതി, എൻ്റെ ദേവി എന്ന് ജയറാം വിളിക്കുകയാണ്. അപ്പം നമ്മുടെ നന്ദിനിയുടെ മുഖമെല്ലാം എന്താണ്, കണ്ണുകളൊക്കെ തിളങ്ങി പ്രേമാതുരമായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു എന്താണ് ആ ദേവി എന്നുള്ള വിളി കേട്ടതും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ നന്ദിനി ഇരിക്കുന്നത്, കണ്ടാൽ അറിയാം. എന്നിട്ട് മെല്ലെ പറയുവാണ്, ജയേട്ടൻ ഉറങ്ങാൻ നോക്ക് ജയേട്ടാ, നേരം ഒരുപാടായില്ലേ, ജയേട്ടൻ കിടന്നുറങ്ങുമെന്ന് പറയും. അപ്പോഴത്തേനും പറയും, ദേവി രാവിലെ ദേവി തന്നെ വന്ന് എന്നെ വിളിച്ചുണർത്തണം, പണ്ടത്തെ പോലെ എനിക്ക് എന്നും ദേവിയെ കണി കണ്ടു വേണം ഉണരാൻ എന്ന് പറയും. അപ്പോഴത്തേനും നന്ദിനിയുടെ മുഖമെല്ലാം അങ്ങ് വല്ലാണ്ടായി ചുവന്ന് തുടുത്തു കഴിഞ്ഞു. ദേവി, എൻ്റെ ദേവി, മറ്റാര് വന്ന് വിളിച്ചാലും ഞാൻ കണ്ണ് തുറക്കില്ല, ഞാൻ എൻ്റെ ദേവി വന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ കണ്ണ് തുറക്കൂ എന്ന് പറയും. അപ്പം നന്ദിനി അത് കേട്ടിട്ട് സന്തോഷമായിട്ട് പറയും, ഞാൻ തന്നെ ജയേട്ടനെ രാവിലെ വന്ന് വിളിച്ചുണർത്താം, ഉറപ്പ് ജയേട്ടാ, ജയേട്ടൻ കിടന്നോളൂ ജയേട്ടാ, നേരെ ഒരുപാടായി കിടന്നോളൂ എന്ന് പറയും. പിന്നെ നമ്മളെ റോബിനെയാണ് കാണിക്കുന്നത്. റോബിന് CI മഹാദേവന്റെ ഫോൺ വരുന്നു. CI മഹാദേവൻ നമ്മുടെ ഇന്ദ്രജയുടെ ആളാണ്. അപ്പൊ ഫോൺ വിളിക്കുവാണ്. അപ്പൊ പറഞ്ഞുകൊണ്ട്, ഇന്ന് രാവിലെ തന്നെ നിന്നെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം അവിടുന്ന് നീ കാര്യം സാധിച്ച് ഇറങ്ങാൻ നോക്കാൻ പറയും. അപ്പോഴത്തേന് ഇവൻ, അയ്യോ, എന്നെ ഇന്ന് രാവിലെ തന്നെ അവിടുന്ന് പറഞ്ഞു വിടുമോന്ന് ചോദിക്കും. അതെ, നിന്നെ അവിടുന്ന് പറഞ്ഞു വിടും, അതുകൊണ്ട് നീ എത്രയും വേഗം എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്തു തീർത്തിട്ട് ഇറങ്ങിക്കോളാൻ പറയും. ശരി സാർ എന്ന് പറഞ്ഞിട്ട് എന്താണ് അകത്തേക്ക് കയറി വരും. അകത്തോട്ട് കയറി വരുമ്പോൾ നോക്കുവാണ്, ഇയാൾ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു, ഇപ്പം തന്നെ കാര്യം സാധിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. അപ്പോഴത്തേനും എന്താണ് ജയറാം പെട്ടെന്ന് ചോദിക്കും, എന്തുവാണ് ഈ കാണിക്കുന്നത്, ലൈറ്റ് ഓഫ് ചെയ്യരുത്. സാർ ഞാനാ സാർ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ലൈറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലെന്ന്, എന്തുവാടോ താനി കാണിക്കുന്നു ചോദിക്കും. അപ്പോഴത്തേനും ശരി സാർ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവ മനസ്സിൽ ആലോചിക്കുക, ഓ, ഇത് പ്രശ്നമാകുമല്ലോ, ഇയാൾ ഇങ്ങനെ വെളിച്ചത്ത് കിടന്നാൽ ഇതെനിക്ക് പ്രശ്നമാകും, ഇയാൾക്ക് വെളിച്ചം നിർബന്ധമാണെങ്കിൽ എൻ്റെ പ്ലാനുകളൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ഇവൻ ഇങ്ങനെ ചിന്തിക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുവാ ചെയ്യുന്നത്, വീണ്ടും ശരി ഞാനും കൂടെ ഒന്ന് കിടന്നേക്കാന്ന് പറഞ്ഞ് ഇവൻ അപ്പുറത്ത് എന്താണ് കട്ടിലി കിടക്കുന്നുണ്ട്. കുറച്ച് അപ്പോഴത്തേക്ക് വീണ്ടും എന്താണ് ഇവന് ഫോൺ ഫോൺ വരുമ്പോഴത്തേനും ജയറാമിന് ദേഷ്യം വരും ചെയ്യും. ജയറാം ചോദിക്കും, എന്തുവാടോ ഇത്, തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ, താൻ എന്നെ നോക്കാൻ വന്നിട്ട് എനിക്ക് തന്നെ കൊണ്ട് വലിയ ഉപദ്രവമാണല്ലോടോ, മര്യാദയ്ക്ക് ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കടോ എന്ന് പറയും. ശരി സാർ, സോറി സാർ, ശരി സാർ എന്ന് പറയും. എന്നിട്ട് എന്താണ് അപ്പോഴത്തേനും ഈ ഫോൺ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതും പറ്റത്തില്ല. കഥ തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കുമല്ലോ, വീണ്ടും കട്ടിൽ തന്നെ കിടന്നിട്ട് ആലോചിക്കും, ഇവനെ കൊല്ലണമെങ്കിൽ അല്പം ബലപരീക്ഷണമൊക്കെ വേണ്ടി വരും, എന്നാലേ ഇവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും ആ കട്ടിൽ തന്നെ കിടക്കുക. ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ മൈഥിലിയാണ്. മൈഥിലിയാണെങ്കിൽ ബെഡ്റൂമിൽ എന്താണ് കിടന്നുകൊണ്ട് കട്ടിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. അന്നേരം പുള്ളിക്കാരി ചിന്തിക്കുവാണ്, എനിക്ക് എന്തായിരിക്കും പറ്റിയത്, എനിക്ക് എന്താണ് ഇത്ര ക്ഷീണം, എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചത്, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് ഇറങ്ങി എന്താണ് പുറത്തോട്ട് വന്നിരിക്കുവാണ്. മുറ്റത്ത് വന്ന് രാത്രി സമയമാണ്, ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചിന്തിക്കുക, ഞാൻ എന്താണ് കഴിച്ചത്, പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചില്ലല്ലോ, പിന്നെ എനിക്ക് എന്താണ് സംഭവിച്ചത്, എനിക്ക് എന്താണ് അങ്ങനെ തലകറക്കം ഉണ്ടായത്, ആ ക്ഷീണം എനിക്ക് ഇപ്പോഴും എന്താണ് വിട്ടു മാറിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആലോചിക്കുക, ഞാൻ ആകെ പ്രത്യേകിച്ച് കഴിച്ചത് മുത്തശ്ശൻ കൊണ്ടുതന്ന കാപ്പിയല്ലേ കഴിച്ചത്. എന്നിട്ട് ചിന്തിക്കുവാണ്, ഇയാൾ എന്തിനാണ് പതിവില്ലാതെ എനിക്ക് കോഫി കൊണ്ട് തന്നത്. എന്നിട്ട് സ്വയം ഇയാളാണ് ഇതിന്റെ പിന്നിൽ, ഇയാൾ എന്തോ എനിക്ക് കലർത്തിയിട്ടുണ്ടായിരുന്നു, ഈ കിളവനെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ അടങ്ങത്തോള്, കിളവൻ അനുഭവിക്കാൻ പോന്നേ ഉള്ളെന്ന് പറയുവാണ്. എന്നിട്ട് എന്താണ് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് എന്താണ് ജയറാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് റോബിൻ പ്ലാനും പദ്ധതിയൊക്കെ ഇടുക. ആ സമയത്ത് ലവൻ വീണ്ടും വിളിക്കുന്നുണ്ട്, പിന്നെ മഹാദേവൻ
വിളിച്ചിട്ട് വന്നുണ്ട്. അപ്പോഴത്തേനും വീഡിയോ കോളാണ്. വീഡിയോ കോൾ വഴി വെറും ആക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. ആക്ഷൻ എല്ലാം കാണിച്ചിട്ട് റെഡി കൈയെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, തംസപ്പ് കൊടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ഫോൺ കൊണ്ടുവന്ന് ജയറാം കിടക്കുന്നതിന്റെ ടേബിളിന് നേരെ അങ്ങ് വെക്കും. അതായത് ഈ കൊല്ലുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വീഡിയോ കോൾ വഴി കാണിച്ചു വെച്ചിട്ട് ഓക്കെ എന്ന് എന്താണ് രണ്ടുപേരും തമ്മിൽ പറഞ്ഞതിന് ശേഷം ഒരു തലങ്ങണി എടുത്ത് നമ്മുടെ ജയറാമിന്റെ മുഖത്തോട്ട് വെച്ച് ഈ റോബിൻ അമർത്തി പിടിക്കുമ്പോഴത്തേനും ജയറാം അയ്യോ എന്നെ വിട് അങ്ങ് ശ്വാസം കിട്ടി കൈകാലൊക്കെ ഇട്ട് അങ്ങ് അടിക്കുവോ ചെയ്യുന്നത്, ശ്വാസം കിട്ടാതെ പെടയുവാണ് ചെയ്യുന്നത്. അയ്യോ വിട് ഇതെല്ലാം കണ്ടുകൊണ്ട് എന്താണ് മഹാദേവൻ അവിടെ ഇരിപ്പുണ്ട്, കണ്ടങ്ങ് എന്ത് ആസ്വദിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മൈഥിലി അതിലേ കൂടെ എന്താണ് നടക്കുമായിരുന്നല്ലോ. പെട്ടെന്ന് എന്താണ് ഒരു സൗണ്ട് കേട്ട് മൈഥിലി ആ ജനൽ വഴി ഒന്ന് നോക്കിയപ്പോഴത്തേനും ജയറാമിന്റെ മുഖത്ത് ഇങ്ങനെ തലങ്ങണി വെച്ച് അമർത്തി എന്താണ് കൊല്ലാൻ നോക്കുന്നതാണ്. ജയറാം കിടന്ന് പിന്നെ പിടയ്ക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേനും മൈഥിലി ഇത് കണ്ടിട്ട് വിളിച്ചു പോകും, അയ്യോ ഓടി വരണേ ജയറാം മകളുടെ അവൻ കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോഴത്തേനും അവൻ ഇത് കേട്ടിട്ട് കഥവ് തുറന്ന് അവൻ ചാടി എന്താണ് ഓടുവാണ് ചെയ്യുന്നത്. ഇവളും പിന്നാലെ ഓടും, നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് ഓടുപോയെന്ന്. പക്ഷെ അവന് പിന്നെ കൂടെ ഓടാൻ അവൾക്ക് പറ്റിയില്ല. അപ്പോഴത്തേനും നമ്മുടെ ACP ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കും. അത് ജയറാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോണ്ട അവൻ നാട്ടെ ഓടി വന്നു കൊല്ലാൻ നോക്കി, ഇതോ അങ്ങോട്ട് ഓടിപ്പോയി എന്ന് ശ്വാസം പിടിച്ച് തന്നെ പറയുമായിരുന്നു. അപ്പോഴത്തേനും എന്താണ് ഇവൻ പിന്നാലെ ഓടും, നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ACP അവന്റെ പിന്നാലെ ഓടിയിട്ട് എന്ത് ചെയ്യുമ്പോഴത്തേനും ഇവൻ ഒരു ഗേറ്റ് കടക്കാൻ പോകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു ACP ആ താഴെ കിടന്ന ഒരു വടികഷ്ണം എടുത്ത് ഇവന്റെ ഒറ്റ ഏറെറിയും. അപ്പൊ ഇവന്റെ മുതുകത്ത് കൊണ്ട് പക്ഷെ ഇവൻ എന്താണ് അപ്പുറത്തേക്ക് ചാടി എന്തായി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നിന്നെ ഞാൻ കയ്യിൽ എടുത്തോളാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ACP അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. ACP അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനുമാണ് ഈ സമയത്ത് നമ്മുടെ നന്ദിനിയും പിന്നെ രാജലക്ഷ്മി അമ്മയെല്ലാം കൂടെ എന്താണ് ഓടി വരുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചുകൊണ്ട് മൈഥിലിയെടുത്ത് ചോദിക്കുമ്പോൾ പറയും ജയറാം അങ്കിളിനെ ആരോ കൊല്ലാൻ വന്നു, അവൻ അങ്ങോട്ട് ഓടിപ്പോയെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ മോനെ എന്ന് വിളിച്ചോണ്ട് രാജലക്ഷ്മി എന്ത് ചെയ്യും മോൻ്റെ അടുത്തോട്ട് ഓടും. നന്ദിനി എന്താണ് ജയേട്ടാന്ന് വിളിച്ചോണ്ട് ഓടും. പക്ഷെ മാലതി മാത്രം കള്ളിയെ പോലെ അടവ് പിടിച്ച് എന്താണ് ആ വാതിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. കാരണം ACP പിന്നാലെ പോയല്ലോ അവനെ എങ്ങാനും പിടിച്ച് കാണുവോ, ഞാനും ഇതിൻ്റെ അകത്ത് പങ്കെടുന്നുള്ള കള്ളത്തരം പുറത്ത് വരുമോ എന്നുള്ള പേടിയിൽ നിൽക്കുവാണ്. ഈ സമയമാണ് നമ്മുടെ ജഗദീഷ് ഓടി അങ്ങോട്ട് വന്നിട്ട് ACP എടുത്ത് ചോദിക്കും, എന്താടാ എന്ത് പറ്റിയും ചോദിക്കും. അത് പിന്നെ അവൻ ഓടിപ്പോയി, വല്യമ്മാവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്, ഓടിപ്പോയെന്ന് പറയും. നീ വാടാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ജയറാമിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഏട്ടാ എന്തെങ്കിലും പറ്റുമോ? അപ്പോഴത്തേനും ആണെങ്കിൽ നമ്മുടെ രാജലക്ഷ്മി മോനെ എൻ്റെ പൊന്നുമോനെ ജഗദീഷേ എന്ത് പറ്റിയടാ പൊന്നുമോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മേ എനിക്ക് ഒന്നും പറ്റിയില്ല. നന്ദിനി ചോദിക്കുന്നുണ്ട് ജയേട്ടാ എന്തെങ്കിലും പറ്റിയോ, ശ്വാസമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിടുക ഇങ്ങനെ ആക്കുക എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. ഇല്ല ഒന്നും പറ്റിയില്ല എന്ന് പറയും. അപ്പോഴത്തേനും എന്നിട്ട് മൈഥിലി ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ജയറാം പറയുവാണ്, ദാ ഈ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്നേനെ, ഈ കുട്ടിയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, താങ്ക്സ് കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എന്താണ് എല്ലാവരും അവളെ തന്നെ നോക്കുവാണ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോഴേ അവിടെ ഈ ഒരു കാരണം കൊണ്ട് എന്തായ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആയിത്തീർന്നു, എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നന്ദിനിക്ക് മാത്രം ഒരു സംശയമുണ്ട്. അപ്പം നന്ദിനി ചോദിക്കും നീ എന്തിനാ ആ സമയത്ത് അവിടെ പോയെന്ന് ചോദിക്കും. അത് എനിക്ക് ഉറക്കം വരാതെ കിടന്നപ്പോൾ ഞാൻ മുറ്റത്തൂടെ നടക്കുമായിരുന്നു, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം ജനൽ വഴി നോക്കിയപ്പം സൗണ്ട് കേട്ടപ്പോൾ അച്ഛനെ കൊല്ലാൻ പോകുന്നത് ഞാൻ കണ്ടതെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ ACP പറയും താങ്ക്സ് മൈഥിലി, വല്യമ്മാവനെ രക്ഷിച്ചിരിക്കുവാണ്, നീ അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നെന്ന് പറയും. അപ്പോഴത്തെ പറയും മീനാക്ഷിയുടെ അച്ഛൻ എന്റെയും അച്ഛനല്ലേ, അതിനെന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നതെന്ന് ഇവള് പറയുവാണ് ചെയ്യുന്നത്. പിന്നെ രാജലക്ഷ്മി അന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് ദൈവമേ ഈശ്വരാ നീ കാത്തു, എൻ്റെ കുട്ടീനെ നീ കാത്തു എന്താണ് പറയുവാണ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്താണ് മൈഥിലി അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത് ജയറാമിന്റെ റൂമിലോട്ട് അവിടെ വന്ന് വാതിലി ഇങ്ങനെ നിന്നിട്ട് എന്തോ ഇങ്ങനെ തല കുനിച്ച്
നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ആലോചന തന്നെ അറിയാം ഇയാൾ ചത്തില്ലേ എന്നുള്ള ആ ഒരു മട്ടിലാണ് എന്താണ് ഇയാളെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ആലോചന. ഇത് കണ്ടിട്ട് നമ്മുടെ ജഗദീഷ് അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്തോ ഒരു കാര്യം എന്താണ് പിടികിട്ടിയാണ് കൊണ്ട്. അപ്പോഴത്തേനും എന്താണ് അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താ ആലോചിക്കുന്നെന്ന് ചോദിക്കും. അല്ല ഞാൻ പേടിച്ചു പോയി എന്ന് പറയും. പേടിച്ചു പോയോ? അതാ പേടിച്ചു പോയി എന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് ഇയാൾക്ക് എന്താണ് എന്തോ ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു കാര്യം ഇവളെ കയ്യിൽ എന്തോ ഒരു കള്ളത്തരം മാലതിയുടെ കയ്യിലുണ്ട്. സ്വന്തം ഭാര്യ അത്ര ഒരു ക്ലിയർ ഒന്നും അല്ലെന്നുള്ള കാര്യം ജഗദീഷിന് അറിയാമല്ലോ. അപ്പം ജഗദീഷ് എന്താണ് വീണ്ടും അവളെ തന്നെ എന്ത് ചെയ്യുവാണ് നോക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ മൈഥിലിയും മാലതിയെ തന്നെ രൂക്ഷമായിട്ട് എന്തുവാണ് നോക്കുന്നത്. മൈഥിലിയെ തന്നെ എന്താണ് മാലതിയും ഒരു മാതിരി ഇങ്ങനെ കള്ളൻ കട്ട ഇതുപോലെ എന്താണ് പിന്നെ കിണ്ണം കട്ട കള്ളനെ പോലെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ മീനാക്ഷി പറയുന്നുണ്ട് അച്ഛന് കുഴപ്പമില്ല, മോളെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊക്കെ പൊക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരാരും പോകുന്നില്ല. അവരൊക്കെ അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നത്. പിന്നെ ഈ റോബിനെയും മഹാദേവനെയാണ് കാണിക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റിയില്ല, കൊല്ലാൻ പറ്റി, എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചത്, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് വരുമോ? ACPയുടെ വീട്ടിലാണ് വധശ്രമത്തിന് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. നിന്നെ അവര് ചുമ്മാ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ഇടിച്ചവര് എല്ല് നുറുക്കും. നിന്നെ ആരെങ്കിലും കണ്ടു എന്ന് ചോദിക്കും. അത് അവൾ എന്നെ കണ്ടു, അവിടുത്തെ ആ പെണ്ണ് എന്നെ കണ്ടു. പെണ്ണ് കാണാൻ വേണ്ടിട്ട് നീ എന്തോ എല്ലാരും കാണിക്കുകയും ചെയ്തു, ജനാല തുറന്നു. അതെന്താടാ ഇങ്ങനെ ഒരു കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാ മണ്ട ജനൽ അടച്ചിട്ട് വേണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾക്ക് പിന്നെ ജനലൊന്നും അടച്ചിടുന്നത് ഇഷ്ടമല്ല, പിന്നെ അന്തരീക്ഷത്തിലെ കാറ്റ് കൊണ്ടുവേണം അയാൾക്ക് ഉറങ്ങാൻ. അന്തരീക്ഷത്തിലെ കാറ്റ് കൊണ്ട് ഇറങ്ങാന് അയാൾ ആരാ? വല്ല താറാവോ തത്തയോ വല്ലോ ആണോ എന്ന് ഈ ACP എന്താണ് കളിയാക്കി ചോദിക്കുന്നത്. എന്തായാലും ഇത് വലിയ കുഴപ്പമാവും. നിന്നെ കണ്ടെന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് ചോദിക്കും. അത് എന്നെ കണ്ടു എന്ന് പറയും. അപ്പൊ ആരാ നിന്നെ കണ്ടെന്ന് ചോദിക്കും. അത് എനിക്കറിയില്ല, അവിടെ പെണ്ണുണ്ടായിരുന്നു, അവൾ എന്നെ കണ്ടു എന്ന് പറയും. അതാരാ ഈ ചെമ്പകമംഗലത്ത് രാത്രി 12 മണിയായിട്ടും ഉറക്കമില്ലാത്ത പെണ്ണ് ഏതാടാന്ന് ചോദിക്കും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ചോദിക്കും ഇവളാണോ എന്ന് ചോദിക്കും. മീനാക്ഷിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളല്ല, ഇവള് അദ്ദേഹത്തിന്റെ ഭാര്യയല്ലയോ, ACPയുടെ ഭാര്യ മീനാക്ഷി, എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയും. പിന്നെ അങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോ സാവിത്രിനെ കാണിക്കും. അയ്യോ ഇതുമല്ല, ഇത് സാവിത്രിയാണ്, എനിക്കറിയാം. അപ്പൊ നിനക്ക് അവിടെ പോയപ്പോഴത്തേനും പെണ്ണുങ്ങളുടെ പേരെല്ലാം നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞൊരു ഹാസ്യമായിട്ട് ചോദിക്കും. അപ്പൊ ഇവങ്ങനെ തല കുനിച്ച് നിന്നിട്ട് എനിക്ക് എല്ലാവരുടെ പേരും ഒക്കെ അറിയാം എന്ന് പറയും. അപ്പോഴത്തേനും വീണ്ടും എന്താ അറിയാം, അതാരായിരിക്കും ആ പെണ്ണെന്ന് പറഞ്ഞ് മാലതിയുടെ പടം കാണിക്കും. അയ്യോ ഇവരല്ല, ഇവര് നമ്മുടെ ആളല്ലേ സാറേ, ഇവളല്ല എന്ന് പറയും. പിന്നെ ആരായി ഈ ചെമ്പകമംഗലത്ത് രാത്രി ഉറക്കം വെച്ചിരുന്ന പെണ്ണ്? അവളൊരു സുന്ദരിയാന്ന് പറയും. സുന്ദരി പെണ്ണ ചെമ്പകമംഗലത്ത് ഇവരല്ലാതെ പിന്നെ ആര് ഈ സുന്ദരി പെണ്ണെന്ന് ചോദിക്കും. അതെനിക്ക് അറിയത്തില്ല, അവൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല. അവൾക്ക് ഉച്ചയ്ക്ക് എന്താണ് ഒരു ക്ഷീണം വന്ന സമയത്ത് എന്നെയാണ് എന്ത് ചെയ്തത്, അവര് വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തത്, ഞാനാണ് അവളെ നോക്കിയെന്ന് പറയും. അതാരടാ അവള് എന്ന് ചോദിക്കും. നിനക്ക് അവളെ കണ്ട അറിയാമെന്ന് ചോദിക്കും. എനിക്ക് അവളെ അറിയാമെന്ന് പറയും. എന്നിട്ടേക്ക് ഇനി ആരായിരിക്കും? പിന്നെ ഞാനൊരു കാര്യം പറയാം, നീ വല്ല ബോംബെയിലും അവിടെ എവിടെയെങ്കിലും രാത്രിയോട് രാത്രി പോവാൻ നോക്ക്. പിടിക്കപ്പെട്ടാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ. പിടിക്കപ്പെട്ടാൽ എന്തുവാ സാറേ, നിങ്ങളെപ്പോലുള്ള പോലീസുകാരല്ലയോ എന്നെ കൊണ്ടുപോയി ഇടിച്ച് മുറുക്കി എന്റെ എല്ലിരിച്ച്. ഞാൻ കേട്ടിട്ടുണ്ട് പോലീസുകാർ നഖത്തിലൊക്കെ എന്താണ് മുട്ടുസൂചി കുത്തി കയറ്റുന്നു. അങ്ങനെയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു പോകത്തില്ലയോ സാറേ എന്ന് പറയും. നീ അങ്ങനെ സത്യമൊന്നും പറയണ്ട, നീ പേടിക്കൊന്നും വേണ്ട, എനിക്കും മാഡത്തിനും അവിടെ ഉള്ള പോലീസുകാരെ എല്ലാ കാര്യങ്ങളെയും അറിയാവുന്നതാണ്, IG വരെ അറിയാം. അതുകൊണ്ട് നിന്നെ അവരെന്ത് ചെയ്യത്തില്ല, ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. നിന്നെ അഥവാ പിടിച്ചാലും ഞങ്ങൾ നിന്നെ ജാമ്യത്തിൽ എടുത്തോളാടാ, പേടിക്കണ്ട. പക്ഷേ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ എന്റെയോ മാഡത്തിന്റെയോ പേര് നീ പറഞ്ഞ പിന്നെ നീ ജീവനോടെ ഉണ്ടാവത്തില്ല എന്ന് പറയും. പിന്നെ നീ പൊക്കോ, ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ക്യാഷ് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടോളാന്ന് പറയും. ഒരിക്കലും ഞങ്ങളുടെ പേര് അവിടെ പറയരുത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണാ കുറ്റത്തിന് ഞങ്ങളും അകത്താവും എന്ന് പറയും. ഇല്ല സാറ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത്
ഇത് രാജലക്ഷ്മിയും കൈമളേട്ടനും നന്ദിനിയും എല്ലാവരും എന്താണ് കസേരയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ രാജലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ എന്റെ മോനെ ഏത് ശത്രുക്കളാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് എന്റെ മോനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്റെ മോനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളായിരുന്നു, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് അബദ്ധമായി പോയോ, അതുകൊണ്ടാണോ എന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിവിടെ കരയുവാണ്. അപ്പം നമ്മുടെ കൈമളേട്ടൻ പറയുന്നു, എന്റെ രാജലക്ഷ്മി നീ സങ്കടപ്പെടാതിരിക്കൂ, നീ സ്നേഹിച്ചു പോയത് കൊണ്ടൊന്നും സംഭവിച്ചതല്ല ഇത്, അവന് എന്താണ് ശത്രുക്കളുണ്ട്, ആ ശത്രുക്കൾ നമ്മുടെയും ശത്രുക്കളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കരുതിയിരിക്കണം. ആരാണ് അവൻ ഇത്രയും വലിയ ശത്രു എന്ന് വെച്ചിട്ട് പറയും, 19 കൊല്ലമായി ഞാൻ എൻ്റെ മോനെ, 1-2 കൊല്ലമൊന്നുമല്ല, 19 കൊല്ലം ഞാൻ എൻ്റെ മകനെ എന്താണ് അകറ്റി നിർത്തിയിരിക്കുമായിരുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടോ, ഞാൻ സ്നേഹിച്ച് കൊണ്ടുവന്നപ്പോഴത്തേന് ഇപ്പൊ എന്താ അവന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ആരാണ് അവന് ശത്രു, അവൻ ആരും ശത്രു ഇല്ലല്ലോ, അവൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന നന്ദിനിനെ മാത്രമാണെന്ന് പറയും. അവൾക്ക് അതിൽ ഒരു പരാതിയുമില്ല. പിന്നെ എന്തേന്ന് നോക്കിയുമ്പോ കൈമളേട്ടൻ പറയും, അവൾക്ക് പരാതി മാത്രമല്ല അവൾ അവനെ ഇപ്പം ജീവന തുല്യം സ്നേഹിക്കുവാണല്ലോ, അവൾക്ക് ഒരു പരാതിയുമില്ല, അവൾ ജീവന തുല്യം അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്ന് പറയും. എന്നാലും നമ്മുടെ ഈ കുടുംബത്ത് കയറി കള്ള അഡ്രസ്സും ID പ്രൂഫും എല്ലാം കൊണ്ടുവന്ന് ഇവനെ ആരായിരിക്കും പറഞ്ഞു വിട്ടത്, അവനെ കണ്ടെത്തുക തന്നെ വേണമെന്ന് നമ്മുടെ രാജലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ മീനാക്ഷിയും ACP കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കയറിയിട്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ACP പറയുന്നുണ്ട്, അമ്മേ ഏജൻസി ഉള്ള ആളെ, ഇവനെ ഇവിടെ പറഞ്ഞു വിട്ട ഏജൻസി ഉള്ള ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. മോനെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. ഇങ്ങനൊരു ആക്രമണം ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ശത്രു ആരാണ്, അകത്തുള്ളവരാണോ പുറത്തുള്ളവരാണെന്ന് നമ്മൾ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ആ കാര്യം കണ്ടുപിടിച്ചിരിക്കും, ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് മൈഥിലി എന്താണ് ജനലിന്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.